ശ്രീ ഒ അബ്ദുള്ള, നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് ചില സംഭവങ്ങളാണ്. കാരണം ഈ ഒരു വിഷയം ശുചിമുറിയിൽ നിന്നും ഇത്തരത്തിൽ ഊറാറ കണ്ടെത്തിയതിന് തൊട്ട് മുൻപ് നടന്ന ചില സംഭവങ്ങൾ. ഇരിക്കൂർ ഉപവിദ്യാഭ്യാസ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ചെമ്പത്തൊട്ടി ഹൈസ്കൂളിലെത്തിയ ഇസ്ലാം മതവിശ്വാസികളായ വിദ്യാർത്ഥികളും അധ്യാപകനും ചെമ്പത്തൊട്ടി CSN കോൺവെന്റിലെത്തി നിസ്കരിക്കാൻ അനുവാദം ചോദിക്കുകയാണ് ആദ്യം. എന്നാൽ ആ കോൺവെന്റിലെ അധികാരികൾ അതിന് സമ്മതിക്കുന്നില്ല. കാരണം വ്യക്തമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പരിസരത്ത് തന്നെ 2 മുസ്ലിം പള്ളികളുണ്ട്. അവിടെ എന്തുകൊണ്ട് അവർ നിസ്കരിക്കാൻ എത്തിയില്ല? ഇവിടേക്ക് മാത്രം അവർ എന്തുകൊണ്ട് വന്നു? ഈ ഒരു ചോദ്യവും പ്രസക്തമല്ലേ? താങ്കളുടെ ചോദ്യം പ്രസക്ത. പക്ഷേ അതിനു മുമ്പ് സംസാരിച്ച ഈ കക്ഷിയുണ്ടല്ലോ, ഇയാൾ ആരാണ്? ഈ ജാതി മതപ്രാന്തന്മാരുടെ കൂടെ ദയവായിട്ട് എന്നെ ചർച്ചയ്ക്ക് വിളിക്കും. എന്തൊക്കെയാണ് അയാൾ വിളിച്ചു പറയുന്നത്? അയാൾ ഈ ഭൂമിയിലൊന്നുമല്ല. മുസ്ലിങ്ങൾ ഇവിടുത്തെ പൗരന്മാരല്ല. മുസ്ലിങ്ങൾക്ക് ഇവിടെ ആരാധന സ്വാതന്ത്ര്യവും മറ്റു സ്വാതന്ത്ര്യങ്ങളും ഇല്ല. ഞങ്ങളുടെ പള്ളിയിലല്ല, ഞങ്ങളുടെ പള്ളി കേട്ടില്ല. അവനോട് ഉണ്ടായിരിക്കാൻ പറയും. ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ചോദിച്ചോട്ടെ, ഞാൻ മറുപടി പറയും. അവന് വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാനുള്ളതാ. എന്താണ് ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി മതപ്രാന്തന്മാരുടെ കൂടെ ഒന്നും വിളിക്കരുത് ദയവായിട്ട്. ഒരുപാട് ആൾക്കാരുടെ വിഷയം സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയത്തോടു കൂടി ഞാൻ ആ വാചകങ്ങളൊന്നും ഒന്നും ഉദ്ധരിക്കാൻ പറ്റൂല. കാരണം ഇവിടെ സംഘർഷം വർദ്ധിപ്പിക്കൽ ജനൽ ടിവിയുടെ ലക്ഷ്യം. ഞാൻ ജനൽ TV തുടങ്ങിയ കാലം മുതൽക്ക് ജനൽ TVയോട് സഹകരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ പള്ളിയിൽ ഈ ക്രൈസ്തവ ദേവാലയത്തിൽ ചെന്ന് ഈ കുട്ടികൾ ഏത് സാഹചര്യത്തിലാണ് നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചതെന്നുള്ളത് അന്വേഷിക്കണം. അവർ തൊട്ടടുത്ത് പള്ളി ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് കുട്ടികൾ അവിടെ ചെന്നു എന്നുള്ളത് ആ കുട്ടികളിൽ നിന്നുള്ള വേർഷൻ കിട്ടണം. അത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മറുഭാഗത്തുള്ളതാ കിട്ടിയത്. കുട്ടികൾ ഇവിടെ വന്നു, നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചു, അനുവാദം കൊടുത്തില്ല എന്നതാണ് ഇപ്പൊ നമുക്ക് അറിയുന്നത്. കുട്ടികളൊന്ന് ചോദിക്കണം, നിങ്ങൾ എന്തിനാ അവിടെ പോയി ചോദിച്ചത്? എന്തോ ഒരു കാരണം ഉണ്ടാവും. 3, അവിടെ നിന്ന് അനുവാദം കൊടുത്തു വിചാരിക്കാൻ. എന്നാൽ എന്താ സംഭവിക്കാം? ക്രിസ്ത്യൻ പള്ളിയാണ്. എന്നാൽ പോലും അന്ന് പലസ്തീനിൽ പ്രവാചക ഇപ്പൊ ഇയാൾ ഉദ്ധരിച്ച ഖലീഫ ഉമറിന്റെ സൈന്യം പിന്നെ പലസ്തീൻ കീഴടക്കുക. അപ്പൊ അവിടുത്തെ ഇവരുടെ ബിഷപ്പ് പറഞ്ഞു ഇവിടുന്ന് നമസ്കരിച്ചോളൂ. അപ്പൊ ഖലീഫ ഉമർ പറഞ്ഞ മറുപടി എന്താ? ഞാൻ ഇവിടെ നിസ്കരിക്കൂല, നിങ്ങൾ പള്ളിയിൽ വെച്ച്. പിന്നീട് പറയും ഉമർ നിസ്കരിച്ചതായ പള്ളിയാണ്, ക്രൈസ്തവ ദേവാലയമാണെങ്കിലും ഉമർ നിസ്കരിച്ച പള്ളിയാണ്, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വേണം എന്ന് മുസ്ലിങ്ങൾ അവകാശവാദം ഉന്നയിക്കും. അതുകൊണ്ട് അവിടെ നിസ്കരിക്കൂല എന്ന് പറഞ്ഞ് നിസ്കരിക്കാതെ പോകാം. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. 3, വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായ വചനമുണ്ട്. എന്ന് പറയുന്ന വാചകം തുടങ്ങുന്നത്. ദൈവം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ പ്രതിരോധിച്ച് നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഭൂമിയിലെ ക്രൈസ്തവ ദേവാലയങ്ങളും ജൂത ദേവാലയങ്ങളും മഠങ്ങളും മറ്റ് ആരാധനാലയങ്ങളും ഒക്കെ തകർക്കപ്പെടുമായിരുന്നു. അതെല്ലാം തന്നെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ഇയാൾ പറയുന്ന ഭാഷയിലാണെങ്കിലോ ഭൂമിയിലുള്ള എല്ലാം തകർക്കുക. അപ്പോൾ 5-8 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഭരിച്ച സ്ഥലമാണ് ഈ ഇന്ത്യ രാജ്യം. ഈ മുഗൾ ചക്രവർത്തി കാലഘട്ടം എത്ര കൊല്ലമുണ്ട്? ഒരു പള്ളി, ഒരു ക്രൈസ്തവ ദേവാലയം, ഒരു ഹിന്ദു ക്ഷേത്രം തകർത്ത് ഒരൊറ്റ ഉദാഹരണം ഉണ്ടോ? ഔറംഗസീബിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിടാക്കുന്നല്ലാതെ ഇയാൾ ഏത് ചരിത്രം വായിക്കുന്നത്? പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് എത്ര തകർത്ത് ക്രൈസ്തവര് പ്രവാസിന് അതറിയോ? 100 കണക്കിലാണ്. അപ്പൊ അങ്ങനെ ഈ വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ ദേവാലയങ്ങളെ തകർക്കരുത്, അവ നിലനിൽക്കാൻ അനുവദിക്കണം. 3-മതായിട്ട് പ്രവാചകന്റെ തൊട്ടടുത്ത ഖലീഫ പ്രതിനിധി അബൂബക്കർ സിദ്ദീഖ്, അദ്ദേഹം യുദ്ധത്തിന് ആളുകളെ യാത്രയാക്കുമ്പോൾ സൈന്യത്തെ യാത്രയാക്കുമ്പോൾ നൽകുന്ന ഉപദേശം 1, നിങ്ങൾ ഈ ഇലകളോ മരങ്ങളോ നശിപ്പിക്കരുത്. 2, മറ്റുള്ളവരുടെ ദേവാലയങ്ങളെ നിങ്ങൾ തകർക്കരുത്. ഒക്കെ ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്. ഈ പറയാനൊക്കെ രേഖ ഹാജരാക്കാം. ദേവാലയങ്ങൾ തകർക്കരുത് എന്നത് ഇസ്ലാമിക പ്രവാചകന്റെ തൊട്ടടുത്ത് വന്നതായ 1-മത്തെ ഖലീഫ അദ്ദേഹം നൽകിയ ഉപദേശമാണ്. ഒരു മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യത്ത് എവിടെ ദേവാലയങ്ങൾ, ഈ ക്രൈസ്തവ ദേവാലയം ഇല്ലാത്തത്? അൻവർ സാദാത്തിന്റെ കാലഘട്ടം ഈജിപ്ത് അടുത്ത കാലത്താണ്. അവിടെ തൂർസീന പർവ്വതം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. തൂർസീന പർവ്വതം എന്ന് പറയുന്ന പിന്നെ മോസസ് പ്രവാചകന്റെ മോസസ് പ്രവാചകൻ
അദ്ദേഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ക്രൈസ്തവ ദേവാലയം ഈജിപ്ത് ഗവൺമെന്റ് അവരുടെ സ്വന്തം ചെലവിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ക്രൈസ്തവ ദേവാലയം ഉണ്ടാക്കി കൊടുത്തു, മുസ്ലിങ്ങൾക്കല്ല. ഇതിലാണ് രാജ്യത്ത് നടക്കുന്നത്. ഒക്കെ പോട്ടെ, ഇപ്പൊ ഈ ബഹ്റൈൻ എന്ന് പറയുന്ന അബുദാബിയിലെ ഏറ്റവും വലിയ ക്ഷേത്രം ആരാണ്ടാക്കിയത്? ഇന്ത്യക്കാരായ ആളുകൾക്ക് ആരാധിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അബുദാബിയിലെ ഷെയ്ഖ്. ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നടന്നതാ. ഏറ്റവും വലിയതായ ഗൾഫ് നാടുകളിലെ ഏറ്റവും വലിയ ദേവാലയം, ഹിന്ദു ക്ഷേത്രം, ആ ക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുന്ന അബുദാബിയിലെ ഷെയ്ഖാണ്, ഭരണാധികാരിയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടിട്ട് അതൊക്കെ നേരെ കണ്ണിൽ ഒരുപാട് ചാനലിന് മുമ്പ് വന്ന് കണ്ട് ഇതൊക്കെയോ കളകള ജില്ല. ഇതിനൊക്കെ മറുപടി പറയാ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോട്. പക്ഷെ പറയാനുള്ളത് എന്താ, പ്രാർത്ഥിക്കുക എന്നത് പല തരത്തിലുള്ള പ്രാർത്ഥന ഒളിച്ചു കടത്തപ്പെടുന്നുണ്ട്. ഇപ്പൊ യോഗ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാത്തിലും നടക്കുന്നില്ല യോഗയിലെ ഈ പ്രാർത്ഥനയുടെ അംശം അടങ്ങിയിട്ടില്ലേ? ഒരർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥന അതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത് അറിയാത്ത ആരാളുള്ളത്? പിന്നെ ദീപാവലി അതൊരു ആരാധനയല്ലേ? അതെല്ലാ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ വെച്ച് നടക്കുന്നില്ലേ? ഓണത്തിന്റെ ഒരു പൂക്കളം അതൊരു മാവേലിന് വരവേൽക്കല്ലേ? അതിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരംശം അടങ്ങിയിട്ടില്ലേ? അതുപോലെ ഒരു ക്രിസ്മസ് ആഘോഷം, ഇതൊക്കെ മതപരമായ ഓരോ ചിഹ്നമായിട്ട് അടങ്ങിയിട്ടല്ലേ? അതനുസരിച്ച് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അത്തരത്തിൽ എന്തെങ്കിലും ഒന്നുകൂടെ നടത്തുന്നുണ്ടോ? ബലിപെരുന്നാളിനോടോ അല്ലെങ്കിൽ റമദാൻ നോമ്പിനോടോ അനുബന്ധിച്ചുള്ള എന്തെങ്കിലും ഒന്ന് ഇവിടെ രാജ്യത്ത് നടക്കുന്നുണ്ടോ? ശരി, ശ്രീ ഒ അബ്ദുള്ള, താങ്കൾ പറഞ്ഞ ആ വാക്കുകൾ പ്രസക്തം തന്നെയാണ്. വിശ്വസിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ മറ്റുള്ള ദേവാലയങ്ങളിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നതൊരു സാമാന്യ ബോധമല്ലേ? കാരണം നമുക്ക് നിസ്കരിക്കാൻ ഒരു ഇടം കിട്ടിയില്ല, ശരി, തൊട്ട് അടുത്ത് തന്നെ മുസ്ലിം പള്ളികളുണ്ട്, എന്ത് അങ്ങോട്ടേക്ക് പോയില്ല എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഇത്രയും അടുത്ത് തന്നെ മറ്റൊരു ദേവാലയമുണ്ട് അവർക്ക് നിസ്കരിക്കാൻ, എങ്കിൽ എന്തിനിവിടെ തന്നെ നിസ്കരിക്കണമെന്ന് വാശി പിടിക്കുന്നു? അനുവാദം നിഷേധിച്ചപ്പോൾ വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോ താങ്കൾ ഇരിക്കൂറിലേക്ക് ഫോൺ ചെയ്തു, നിങ്ങൾ വാശി പിടിച്ചോ ചോദിച്ചു. ഞങ്ങൾ വാശി പിടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിച്ച ആളൊരു അടയാളം ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ തമ്പലോ മുണ്ടോ അല്ലെങ്കിൽ വിരിപ്പോ എന്ന് വിരിക്കും. ഒരു 3 മിനിറ്റ് കവിഞ്ഞാൽ തീയ ഭക്തി ആൾ പ്രാർത്ഥിക്കാൻ 5 മിനിറ്റ്, അതിനപ്പുറം ഉണ്ടോ? അതിനപ്പൂല. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എഴുന്നേറ്റ് പോലും ചെയ്യും. ഇത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുക മാത്രമേ ഇത്. അവർ കയ്യേറിയില്ലല്ലോ, ബലമായിട്ട് അത് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. പക്ഷെ പ്രാർത്ഥിച്ച നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഞാൻ ഉദ്ധരിക്കാതിരിക്കോ? ഇങ്ങനൊക്കെ പണ്ടുള്ളവർ പ്രാർത്ഥിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനാലയങ്ങൾ തടഞ്ഞിട്ടില്ല. ഒരൊറ്റ പള്ളിയും ഈ ചക്രവർത്തികളുടെ മറ്റേ കാലത്ത് തകർക്കപ്പെട്ടില്ല, ഒരു ക്ഷേത്രവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ പറയാവുന്നത് എന്താ വെച്ചാൽ, നാദിർഷാൻ കമ്പനി പേർഷ്യക്കാർ ഇവിടെ ആക്രമിക്കുമ്പോൾ അതിന് വന്നപ്പോൾ അവർ ആക്രമിച്ചിട്ടുണ്ട്. കാരണം അക്കാലത്ത് നിധിയും പണവും ഒക്കെ സൂക്ഷിച്ചത് ക്ഷേത്രങ്ങളിലായിരുന്നു. പക്ഷെ അവർ ചെയ്ത് മഹാതെറ്റാ, അതിനാരും അനുകൂലിക്കുന്നില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ പരസ്പര സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു കൊണ്ടെടുത്ത് എന്തോ ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചങ്ങ് മാലിന്യം തന്നെ ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരും ചെയ്യും. നമ്മളൊക്കെ നമ്മളുടെ സൗഹാർദ്ദം എന്തുമാത്രം മഹത്തരമായതാണ്. വേണ്ടത് ജനൻ ടിവിന്റെ അവിടുത്തെ കോഴിക്കോട് ഓഫീസിൽ വന്ന് ഞാൻ ചർച്ച വന്നു, ഞാൻ അവിടെ നിസ്കരിച്ചില്ലല്ലോ. ജനൻ ടി വി ഓഫീസിൽ നിന്ന് ഉന്നത അറിഞ്ഞില്ലല്ലോ. അവര് എല്ലാ സൗകര്യം ചെയ്തു. അങ്ങോട്ടാ തിരിയേണ്ടത്, ഇതാണ് പടിഞ്ഞാറ് നിൽക്കുക അവർ പറയും ചെയ്തു. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോൾ അവിടെ നിസ്കരിക്കാൻ സമ്മതിക്കില്ല, ഇരിക്കൂർ അതാക്കുന്നത്. വെറുതെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഒരു വിഭാഗം എപ്പോഴും തല്ലുകൊള്ളാൻ നിൽക്കുക, എന്നിട്ട് ഡിഫെൻഡ് ചെയ്യുക. കണ്ടവൻ മുഴുവനും കുതിര കയറുക. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവണം. ശരി, അത് തന്നെയാണ് ശ്രീ ഒ അബ്ദുള്ള. നമുക്കറിയാം എല്ലാവരുടെയും വിശ്വാസവും മാനിക്കപ്പെടേണ്ടതില്ലേ? കാരണം എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ഒന്നാണ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ കൂടി നമ്മൾ പഠിക്കണം. കാരണം ഈ ഊറാറ എന്ന് പറയുന്ന ഇത്രയും വിശുദ്ധമായ ഒരു വസ്തു അത് ശൗചാലയത്തിൽ കണ്ടു എന്ന് പറയുന്നത് നിസ്സാരമായി കാണാൻ സാധിക്കുമോ? അല്ല, ഉറാറ എന്ന വസ്തു പെട്ടെന്ന് ഈ ശൗചാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതല്ല. അതിന് മുമ്പാണ് സംഘർഷം നടന്നിട്ടുണ്ട്. ആ സംഘർഷത്തെ അതിന് തീപിടിപ്പിക്കാൻ വേണ്ടി ആരാണ് അതിൽ കൊണ്ടുപോയിട്ടുള്ളത് അന്വേഷിക്കണം. അത് ചെയ്ത് അവിടെ ആ സംഘർഷമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുക? നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി അത് തെറ്റിയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയാണ് സംസാരിക്കുക. ഇപ്പൊ ഞാൻ ഞങ്ങളെ വിളിച്ചാൽ മേഡം വിളിക്കും. അതോ നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മേഡം എന്ന് വിളിക്കുക. അത് എന്തായാലും പിന്നീടുള്ള പശ്ചാത്തലം എന്നത് അന്വേഷിക്കണം. തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും മാപ്പ് ചോദിക്കണം. ഒരിക്കലും ഇതിനെ ഉറാറ എന്ന സാധനം അത് കൊണ്ടിട്ട്
ശരിയാന്ന് ഒരാളും പറയുകയില്ല. അത് ഉറപ്പാണ്. പിന്നെ അക്കൂട്ടത്തിൽ അതിനകത്ത് മുനമ്പും മാറുള്ളതൊക്കെ കൂടി കൂട്ടിക്കലർന്ന കക്ഷി. ആ ഒരു പ്രശ്നം മാത്രമാണ് ഉണ്ടായത്. മുസ്ലിങ്ങൾ ഇവിടെ എക്കാലം അവർക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാലിക്കുതിരാന കാലഘട്ടം മുതൽക്ക് ഇവിടുത്തെ ഹിന്ദുക്കൾ കാണിച്ചത് സൗഹാർദ്ദം, വിശാലത. അവരും ഇവിടെ ഓരോ വീട്ടിലും ഓരോ മുസ്ലിമിനെ വളർത്തണം എന്ന് പറയുന്ന ആരാ? ഒരു ഹിന്ദു രാജാവ്, സാമൂതിരി രാജാവ്. അവരുടെ വിശ്വസ്തത, അവരുടെ മാന്യത, സത്യസന്ധത ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടതിന് അവിടെ ഇസ്ലാം വളർന്നത്. എന്തെല്ലാം പ്രതിരോധം ഇപ്പോൾ നേരിടുന്നുണ്ട്. പക്ഷെ ഇസ്ലാം വമ്പിച്ച തോതിൽ വ്യാപിക്കാണല്ലോ. എന്താ കാരണം? അതതിന് മാത്രം സഹിഷ്ണുതയും പരസ്പര സ്നേഹവും പരസ്പര സഹകരണവും പ്രബോധനം ചെയ്തൊരു മതമാണ്. അതിൽ അയുക്തികരമായ യാതൊന്നും തന്നെ ഇല്ല. യുക്തിസഹമായതും ജനങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിലോ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലോ ഭാഷയുടെ അടിസ്ഥാനത്തിലോ ഒന്നും വിഭജിക്കുന്നില്ല. കുലുക്കും ആദം വാദം എത്തുറ. നിങ്ങളെല്ലാം തന്നെ ആദാമിൽ നിന്ന് സൃഷ്ടിച്ചു. ആദമാവട്ടെ മണ്ണിൽ നിന്ന്, മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്. ഒരു വ്യത്യാസം